ഗുഡ് വൈ ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയുമായി ബന്ധപ്പെട്ട് രാജകുടുംബാംഗം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അതായത് സ്വാമിയുടെ ക്ഷേത്രത്തിലെ ഈ നിലവറയുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങളും അപസർപ്പ കഥകളും ഇപ്പോഴും നിലവിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രചാരണമുള്ളത് ബി നിലവറയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ തന്നെയാണ്. ബി നിലവറ തുറന്നാൽ തിരുവനന്തപുരം നഗരം കടൽ വിഴുങ്ങുമെന്നും അവിടെ അപൂർവമായ നിധിശേഖരമുണ്ടെന്നും ആ നിലവറയ്ക്ക് സർപ്പങ്ങൾ കാവലുണ്ട്, ബി നിലവറ തുറക്കുന്നതോടെ ക്ഷേത്രം നിലം പതിക്കുമെന്നും ഒക്കെ ഉൾപ്പെടെ നിരവധി കഥകൾ ഇന്നും പ്രചരണത്തിലുണ്ട്. അതേസമയം ബി നിലവറയ്ക്കുള്ളിലെ അപൂർവ നിധിശേഖരങ്ങൾ നേരത്തെ തന്നെ ആവശ്യക്കാർ കൈക്കലാക്കിയെന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരാണ് ഇന്ന് ഈ നിലവറ ഇപ്പോൾ തുറക്കാൻ അനുവദിക്കാത്തതെന്നും മറ്റൊരു വിഭാഗം കഥകൾ ഇന്നും തലസ്ഥാനത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ നിഗൂഢതകൾക്കെല്ലാം അറുതി വരുത്തിക്കൊണ്ട് ഇപ്പം നിലവറയെക്കുറിച്ച് രാജകുടുംബാംഗമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിക്ക് പറയാനുള്ളത് ഇതാണ്. ബി നിലവറ എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന അറ തൻ്റെ അറിവിൽ ഇതുവരെ ആരും തന്നെ തുറന്നിട്ടില്ല. അതിൻ്റെ മുമ്പിൽ ഇരുമ്പഴിയിട്ട് നീളമുള്ള ഒരു വരാന്ത മുറിയുണ്ട്. ആ മുറി പല പ്രാവശ്യം തുറന്നിട്ടുമുണ്ട്. അതിൻ്റെ ഒരു വശത്താണ് ഈ പറയുന്ന ബി നിലവറ. പ്രചരിക്കുന്നത് പോലെ ആ വാതിലിന് വലിയ വലിപ്പമോ സർപ്പങ്ങളുടെ രൂപമോ ഒന്നും തന്നെയില്ല. 2011 കൃഷ്ണവിലാസം കൊട്ടാരത്തിൽ വെച്ച് അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോൾ ദേവജ്ഞന്മാർ വളരെ ശക്തമായി പറഞ്ഞു ബി കല്ലറ തുറക്കാൻ പാടില്ലെന്ന്. അവിടം മുനിമാരും ദേവന്മാരും ശ്രീ പത്മനാഭനെ ധ്യാനിക്കുന്ന സ്ഥലമാണ്. ഭൂഗർഭമായി സ്ഥാപിച്ചിട്ടുള്ള ശ്രീചക്രത്തിൻ്റെ ശക്തിപ്രഭാവം മൂലബിംബത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ടെന്നും അതിന് ഭംഗം വന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല, അതിന് കഴിവോ പ്രാപ്തിയോ അറിവോ ഉള്ള കർമ്മിമാർ ഇന്നില്ല, യക്ഷിയമ്മ അവിടെ തപസ്സിരിക്കുന്നു എന്ന മറ്റൊരു വിശ്വാസവുമുണ്ട്. ഏറ്റവും ശക്തമായ മറ്റൊന്ന് തെക്കേടത്ത് നരസിംഹസ്വാമിയുടെ സാന്നിധ്യമാണ്. ഇത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ടാണ് ബി നിലവറ തുറക്കാൻ പാടില്ല എന്ന് പറയുന്നതെന്നും ലക്ഷ്മിഭായ് വ്യക്തമാക്കി.